السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا والذين أوتوا العلم درجات. صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള ഈ മഹത്താവുന്ന പരിപാടിയുടെ അധ്യക്ഷൻ മൂസക്കുട്ടി അദ്ദാഫ്, ഇവിടെ പ്രസംഗം നടത്തിയ സമസ്ത മുഷാവറാംഗം ഏരിയ ഗ്രാമ മുസ്ലിം, ബഹുമാനമുള്ള അബൂബക്കർ മുസ്ലിയാർ, പുത്തനെയും മൊയ്തീൻ വൈസി സംസ്ഥ മാനേജർ മൊയ്തീൻകുട്ടി മാസ്റ്റർ അടങ്ങി പുരുഷരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ബഹുമാനമുള്ളവരെ, വളരെയധികം മുബാറക്കായ ഒരു വേദിയിലാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിയവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുദ്ദീനുമായ അവരുടെ ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെട്ട വിവിധ ദീനീ പരിപാടികൾ അതിലേക്ക് സമാപ്തി കുറിച്ചുകൊണ്ടിട്ട് ഇന്ന് പ്രത്യേകമാവുന്ന ഖത്ം ദുആയും മതപ്രഭാഷണങ്ങളും അന്നദാന വിതരണവും ഒക്കെ ഇവിടെ നടത്തപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുദ്ദീനെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ നിലക്ക് അവരുടെ പാണ്ഡിത്യത്തെ സംബന്ധിച്ചും അവരുടെ വിനായകത്തിനെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കിയവരാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. മുമ്പ് മഹാനാവുന്ന കുത്തുബി തങ്ങളുടെ ദർശനം ജമ്മു ജവാമി ഓതിയുന്ന കാലഘട്ടത്തിൽ അവരീശന്മാരെന്നുള്ള ചിലരുടെ സംശയം ചോദിച്ചു. വഖാലൽ ഇമാമാനി വശാഫിഈ എന്ന് പറഞ്ഞപ്പോൾ ഷാഫി മദ്ഹബിലുള്ള രണ്ട് ഇമാമികളെ പറ്റി ഇമാം എന്ന് പറഞ്ഞു. ഷാഫി ഇമാമിനെ സംബന്ധിച്ച് ഇതേപോലെ ഇമാം ഷാഫി എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുത്തുബി തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അത് പഴയ പല ഈശ്വന്മാരൊക്കെ കിതാബുകളിൽ എഴുതി വെച്ചതായി കാണാം. മഹാനാവുന്ന ഇമാം ബന്നാനി തങ്ങളും അതിന് സമാനമായ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതെന്താ, ഇമാം ഷാഫി തങ്ങളെ പറ്റി ഇമാം എന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പരിചയപ്പെടുത്തിയില്ലെങ്കിൽ തന്നെ മുപ്പത് ഇമാമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ എന്നതുപോലെ ഇവിടെ ഈ കേരളത്തിൽ നല്ല ഈ കേരളത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിലെ സുന്നി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും നിൽക്കുന്ന എല്ലാ രാജ്യത്തുള്ള എല്ലാവർക്കും സംശയമാകാന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. എത്രത്തോളം നമുക്കറിയാലോ, ബഹുമാനപ്പെട്ടവരുടെ വടിയാണ് പിടിച്ച് മുക്കിയത്. ലോക ഇസ്ലാമിക പണ്ഡിതന്മാർ അവർ സമ്മേളിച്ച യോഗത്തിലേക്ക് ദുബൈയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെട്ട ആ സമ്മേളനത്തിലേക്ക് കയറി വരുമ്പോൾ മഹാനാവുന്ന മാലിക്ക് വലിയ പണ്ഡിതനാണ്. അവര് ശേഖനാനെ കൈ മുട്ടുന്നതിന് മുമ്പ് മൂപ്പര് കുത്തിപ്പിടിച്ച വടിയാണ് പിടിച്ച് മുട്ടിയത്. അപ്പൊ ആ നിലക്ക് ലോക പണ്ഡിതന്മാരുടെ അറിയപ്പെടുന്ന പാണ്ഡിത്യത്തിൽ അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിയ വിലായത്തിന്റെ സ്വഭാവങ്ങൾ പൂർണ്ണമായി സമ്മേളിച്ച ഒരു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന ശംസുദ്ദീനുമായി. യഥാർത്ഥ ആലിമ് അത് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അതാണ് അതിൽ ഉലമാവ് വറഫത്തുൽ അമ്പിയ. ആ യഥാർത്ഥ ആലിമിനുണ്ടാവേണ്ട സ്വഭാവം
അവൻ അമ്പിയാക്കന്മാരുടെ അന്തർവാസികളാവണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരിലേക്ക് അവൻ്റെ ബന്ധം സുശക്തമായി സ്ഥാപിക്കപ്പെടാൻ പറ്റിയ അമ്പിയാക്കന്മാരിലുള്ളതായ ആ ഉന്നതമാവുന്ന ഗുണങ്ങൾ അവനിലുണ്ടാവും. അപ്പോഴേ അവൻ യഥാർത്ഥ ആലിമായി തീർന്നു. ഇത് മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിരുന്നു. ഇദാനയക്കുനിൽ ഉലമാഹു ഔലിയാലില്ല ഫലീസലില്ലാഹി വലി, അല്ലെങ്കിൽ ഫമനിൽ വലി, ആലിമീകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ അള്ളാഹുവിനക്ക് വലിയില്ല. അല്ലെങ്കിൽ ആരാണ് അള്ളാഹുവിൻ്റെ വലിയെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ആലിമെന്ന് ഇവിടെ പറയപ്പെടുന്ന നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെന്നല്ല. ഇമാം ഷാഫി തങ്ങൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം യഥാർത്ഥ ആലിമ് അഥവാ അൽ ഉലമാഹു വറസത്തുൽ അംബിയാവ്, അമ്പിയാക്കന്മാരുടെ വാരിസ്യങ്ങളാവുന്ന ആലിമിൽ അതിൽ വിലായത്തിൻ്റെ സ്വഭാവം അവരിലുണ്ടാവണം, അവരിൽ ഇസ്തിഖാമത്തുണ്ടാവണം. അവരാണ് യഥാർത്ഥ ആലിമീങ്ങൾ. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ശംസുരമായ പ്രസവം. ആലിമായിരുന്നു ആ യഥാർത്ഥ ആലിമെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ ആവശ്യമാവുന്ന ആ സ്വഭാവ ഗുണങ്ങൾ പൂർണ്ണമായി സമ്മേളിച്ച വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട വിശുദ്ധ ദീനിന്റെ ഷിയാറുകളാണ് അവരൊക്കെ. ദീനിന്റെ ഷിയാർ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മസാജിദുകളും മദാരിസുകളും മാത്രമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഷിയാറുകളായിട്ട് പല ഉന്നതമാവുന്ന വ്യക്തിത്വങ്ങളെ അല്ലാഹു വിശേഷിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹുവിൻ്റെ അമ്പിയാ ദീനിന്റെ ഷിയാറുകളാണ്. അല്ലാഹുവിൻ്റെ ഔലിയ അവർ ദീനിന്റെ ഷിയാറുകളാണ്. ആ ഔലിയാവിന്റെ സ്വഭാവങ്ങൾ പൂർണ്ണമായി ഉള്ളതായ ഉലമാ ഇവർ ദീനിന്റെ ഷിയാറുകളാണ്. അപ്പൊ ദീനിന്റെ ഷിയാറുകളെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ ആ ദീനിന്റെ ഷിയാറുകളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില വ്യക്തികൾ ദീനിന്റെ ഷിയാറുകളായി, ചില സ്ഥാപനങ്ങൾ ദീനിന്റെ ഷിയാറുകളായി, മഹാന്മാരോട് ബന്ധപ്പെട്ട പ്രത്യേകമാവുന്നതായ സ്ഥലങ്ങൾ അത് ദീനിന്റെ ഷിയാറുകളായി. ഇപ്പൊ മക്കത്തും മദീനത്തും ഒക്കെ നമ്മൾ ചെന്ന് നോക്കിയാൽ മക്കത്ത് വരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. സഫ മർവ അതിൻ്റെ ഇടയിലുള്ള സ്ഥലം, മിന, അങ്ങനെ ഓറഹിറ, ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ദീനിന്റെ ഷിയാറുകളാണ്. ഇവിടെ ഈ കാണപ്പെടുന്ന മസാജിദുകൾ അത് മുഴുവനും ദീനിന്റെ ഷിയാറുകളാണ്. നമ്മളെ ദീനിയാവുന്ന സ്ഥാപനങ്ങൾ ഇതൊക്കെ ദീനിന്റെ ഷിയാറുകളാണ്. ഈ ദീനിന്റെ ഷിയാറുകളുള്ള അത് ഹൃദയത്തിലുള്ള തത്വനെ അളക്കുന്നതായ ഒരു അളവുകോലാണ്. ദീനിന്റെ ഷിയാറുകളോടുള്ള മഹബത്ത്, ദീനിന്റെ ഷിയാറുകളോടുള്ളതായ തഅദീമൊക്കെ എത്രമാത്രം ഉണ്ടോ അതനുസരിച്ചായിരിക്കും അവന്റെ തത്വന്റെ അളക്കപ്പെടാൻ പറ്റിയ ഒരു മാനദണ്ഡമായിട്ട് മനസ്സിലാക്കാറുണ്ട്. തത്വയിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ട സ്വഭാവങ്ങളാണ്. അപ്പൊ തത്വ എത്രമാത്രം ശക്തമാണോ അതനുസരിച്ചായിരിക്കും ഈ ദീനിന്റെ ഷിയാറുകളോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ. അതിൻ്റെ ഒരു പ്രകടനമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. ദീനിന്റെ ഷിയാറുകളുടെ കൂട്ടത്തിൽപ്പെട്ടതായ പ്രധാനപ്പെട്ടതായ ഒരു ഷിയാറാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമായ സ്വഭാവം. അവര് ഈ വഫാത്തിനോട് ബന്ധപ്പെട്ട ദിവസം അതും ഒരു പ്രത്യേകമാവുന്ന ദിവസം തന്നെയാണ്. വദക്കിറുഹും ബി അയ്യാമില്ല, അല്ലാഹുവിന്റെ ദീനിനോട് ബന്ധപ്പെട്ടതായ ആ ദീൻ പ്രധാനപ്പെട്ട ഏത് ദിവസങ്ങളുണ്ടെങ്കിലും ആ ദിവസങ്ങൾക്കുള്ളതായ സ്മരണ എപ്പോഴും അത് പുതുക്കിയുണ്ട്. അത് ജനങ്ങൾക്ക് ആ സ്മരണ അറിയിച്ചു കൊടുക്കണം. ആ മഹാന്മാരോട് അവരോട് ബന്ധപ്പെട്ട ദിവസങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ടതായ അവരുടെ സംഭവങ്ങളോട് ബന്ധപ്പെട്ടത് അതിവിടെ അല്ലാഹുവിന്റെ അയ്യാമുവ എന്ന് പറഞ്ഞ് ഒതുക്കിറുഹും ബി അയ്യാമില്ല, ആ അല്ലാഹുവിന്റെ പ്രത്യേകമാവുന്നതായ ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിൽപ്പെട്ടതാണ്. ആ ദിവസങ്ങളെ സംബന്ധിച്ചുള്ളതായ ഓർമ്മപ്പെടുത്തലുകൾ
അത് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കണം ആവശ്യമുള്ള സമയത്തൊക്കെ. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലുള്ള ഉറൂസുകളൊക്കെ. ഇതുകൊണ്ട് അവർ ഇവിടെ നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനം, ആ മഹാന്മാർ നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അവർ ഇവിടെ പ്രബോധനം ചെയ്ത ആദർശങ്ങൾ, അതിനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉറൂസ് ഇവിടെ ചേർത്തപ്പെട്ടു, ബഹുമാനപ്പെട്ട കണ്യത്തുസ്താദിന്റെ ഉറൂസ് അവിടെ ചേർത്തപ്പെട്ടു. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർ നിന്നിട്ട് അത് പല മഹാന്മാർക്കുള്ള ഉറൂസുകളും നമ്മൾ നടത്തും. ഇതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു പ്രചരണമാണ്. ഈ പ്രസ്ഥാനം ഒരു ദീനിന്റെ പ്രസ്ഥാനമാണ്, ഒരു ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ്, ഒരു സംഘടന. അതിൻ്റെ ആശയങ്ങളും സന്ദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ മഹാന്മാരാവുന്ന ആളുകളോട് ബന്ധപ്പെട്ടതായ പ്രധാനമായ ദിവസങ്ങളിൽ കൂടി ഒതുക്കിർഹുംബി അയ്യാമില്ല എന്ന ആ ഹക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് നടത്തുക. ഇവിടെ പല മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാകും അവരെ ഉറൂസുകൾ ഇവിടെ കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റൊരു അറ്റം വരെ വിവിധങ്ങളാവുന്ന രാജ്യങ്ങളിലൊക്കെ പല മഹാന്മാർക്കുള്ള ഉറൂസുകൾ കൊണ്ടാടപ്പെടും. എന്താ കാരണം? അത് ആ മഹാന്മാരുടെ ഉന്നതമാവുന്ന അവരുടെ ആ ജീവിത രീതിയും അവരുടെ ജീവിത സ്വഭാവവും അവരുടെ ദീനിന് വേണ്ടി ചെയ്തതായ അവരുടെ അധ്വാനവും അവരുടെ ദൗത്യത്തിന്റെ സ്വഭാവമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു വലിയ ഉറൂസ് നടത്തുമ്പോൾ ആ വലിയനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ അവിടെ സ്പർശിക്കപ്പെടുമ്പോൾ ആ വലിയന്റെ വിശുദ്ധമാവുന്നതായ ജീവിത രീതി അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ളതായ ഒരു പ്രചോദനമായിരിക്കും. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമയുടെ ഉറൂസ് ഇവിടെ നമ്മൾ നടത്തുമ്പോൾ ശംസുൽ ഉലമയ്ക്കുള്ളതായ ആ ആശയാദർശങ്ങൾ അവരിവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അവരിവിടെ പ്രവർത്തിച്ചതും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തതാവുന്ന ഒരുപാട് കാര്യങ്ങൾ, എന്ന പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇപ്പോ ഏരിയ മുസ്ലിയാർ സൂചിപ്പിച്ചല്ലോ, തെരീഖത്തുകളെ എതിർക്കുന്നതിന് കള്ള തെരീഖത്തുകൾ, പണ്ട് മൂയിഷ തെരീഖത്ത് ഒക്കെ ഇവിടെ അത് പ്രചരിപ്പിക്കപ്പെട്ട അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ അതിനെ എതിർക്കാൻ വേണ്ടി മൂപ്പര് അത് പിന്നെ ഈശ്വര്യ ഭാഗത്ത് ശക്തമായിട്ട് വെളയിൽ ആ ഭാഗങ്ങളിലൊക്കെ ശക്തമായിട്ട് അത് കുറെ അധികം കഴിഞ്ഞു. അന്ന് മൂപ്പര് വന്ന് വാഹനമൊന്നും പോവാത്ത സ്ഥലത്തേക്കാണ് പോയത്. ഇങ്ങനെ ഉൾനാട്ടിൽ പോയിട്ട് അതിനെ എതിർത്ത് പ്രസംഗിക്കേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ കീശേരിയേറ്റ് ജീപ്പിന് വന്ന് ഇറങ്ങിയിട്ട് പിന്നെ നടന്നുകൊണ്ടോ മറ്റോ പോയി ആ ഉൾനാട്ടിലെത്തി 2 ദിവസമോ 3 ദിവസമോ അവിടെ താമസിച്ചു കൊണ്ടിട്ട് അത്രയധികം പ്രയാസപ്പെട്ടുകൊണ്ടിട്ടാണ് മൂയിഷ തരീഖത്ത് എതിർക്കാൻ വേണ്ടി അവർ ആ പ്രദേശത്തേക്ക് പോയത്. അപ്പോൾ അവരൊന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഭൗതികമാവുന്ന താല്പര്യങ്ങൾ അവരെ മുന്നിലായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ആ പ്രവർത്തനത്തിന്റെ ഗുണങ്ങളൊക്കെ ഇവിടെ കാണപ്പെടുന്നത്. ഒരു ഭൗതികമാവുന്ന താല്പര്യങ്ങളും ഉദ്ദേശിച്ചും കൊണ്ടല്ല അങ്ങനത്തെ ലക്ഷ്യമെങ്കിലും അശുദ്ധമാവുന്ന ഈ ദീൻ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഈ വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ആശയാദർശങ്ങൾ അതിനിവിടെ പ്രചരിപ്പിക്കപ്പെടണം. അതിനെതിരിൽ വരുന്നതായ സർവശക്തികളെ അവരുടെ വാദങ്ങളും അവരുടെ ന്യായങ്ങളും എതിർത്തുകൊണ്ട് സത്യം ഏതാണുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഈ ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് അവർ ഈ കേരളത്തിന്റെ നഗരാന്തരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിലൊക്കെ ഓടി നടന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമയെ സംബന്ധിച്ച് ചിലപ്പോൾ പല തെറ്റിദ്ധാരണകളും പലരും പറഞ്ഞു വരുത്താൻ അവര് ഒരു ഭൗതികമായ ദുന്യാവിനോട് ഒരു താല്പര്യമുള്ള ആളാണെന്ന് എല്ലാവരും പറയും. അങ്ങനെ ചില ആളുകൾ പറയും. അത് ഷെയ്ഖുന തന്നെ വളരെ വ്യക്തമായ നിലക്ക് അതിൻ്റെ ആ തോന്നിപ്പിക്കാനുള്ള കാരണം എന്താന്ന് അതിൻ്റെ രഹസ്യമൊക്കെ എന്നോട് തുറന്നു പറഞ്ഞു. എന്നോടൊരു ദിവസത്തിൽ പറഞ്ഞു, തങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ
ഞാൻ വേണ്ടെന്ന് പറയില്ല, ഞാനത് വാങ്ങാനുണ്ട്. നമ്മളൊരു പരിപാടിക്ക് പോയി നിൽക്കുന്ന ശരിയാക്ക് ഒരു പൈസ കൊടുത്താൽ നമ്മളൊന്നും പറഞ്ഞ മാതിരിക്ക് വേണ്ട അവിടെ വെച്ചോളിന്ന് മുമ്പിൽ പറയില്ല. നമ്മളവിടെ വെച്ചോളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടാമത് പറയാൻ നമുക്ക് പേടിയാണ് ഈ കാരണം ഇങ്ങോട്ട് തന്നില്ലെങ്കിലോ എന്നുള്ളത്. അപ്പൊ ആ ഒരു പൊട്ടീസിന് വേണ്ടി നമ്മൾ പറയും അവിടെ വെച്ചോളി. അവിടെ വെച്ചോളി തന്നെ എൻ്റെ കീശിയിൽ വെച്ചോളി എന്നാണ്, നിങ്ങൾ എടുത്ത് വെച്ചോളി എന്നല്ല. അത് ഈ സാധുവിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അന്ന് ഉസ്താദ് ഇങ്ങനെ തിരിച്ചെടുക്കാനാണത് പറഞ്ഞിട്ടുള്ളത് എന്ന് വിചാരിക്കും അധികം ആളുകൾ. അപ്പൊ ചില ആളുകൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേജാറാവും. അപ്പൊ എന്തെങ്കിലും ചോദിച്ചത് അങ്ങോട്ട് ചോദിക്കണ്ടേ, എന്തെങ്കിലും പറഞ്ഞു ഇതാണ് അതാണ് അതൊന്നും അവിടെ വെച്ചോളിന്ന് പിന്നെ നമ്മൾ പറയണ്ടേ. അല്ല ഞാൻ തരാതെ എന്നാൽ മൂപ്പര് പറയുന്നുണ്ട്, ഞാൻ ആര് തന്നാലും അത് വേഗം സ്വീകരിക്കലുണ്ട്. ഇത് സ്വീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്നെ പറ്റി തോന്നും എനിക്കിതിനോടൊക്കെ വലിയ താല്പര്യമാണ്. എനിക്കിതിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല, ഞാനത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും എന്നെ പറ്റി മനസ്സിലാക്കട്ടെ. ഞാൻ ഇതിനോടൊക്കെ വലിയൊരു കമ്പുള്ള ഒരാളാണ്, ദുന്യാവിനോട് വലിയ ആഗ്രഹമുള്ള ഒരാളാണ്, ഒരു അത്യാഗ്രഹമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കട്ടെ. ഇത് ചില വലിയ ഉസ്താദന്മാർക്ക് വരെ മൂപ്പരെ പറ്റി ആ സംശയമുണ്ട്. സംശയന്മാർ ദുന്യാവിനോട് വലിയ ആഗ്രഹമുള്ള ആളാണ്, വലിയ ആഗ്രഹം. എന്നിട്ട് അവരവരെ ശിഷ്യന്മാർക്കും അതേപോലെ പഠിപ്പിച്ചു കൊടുത്തിട്ട് സംശയന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ദുന്യാവിനോട് മഹബത്തുള്ള ആള് എന്ന് മനസ്സിലാക്കിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. സംശയന്റെ ആ പാണ്ഡിത്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത ഒരുപാട് പണ്ഡിതന്മാർ. അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ശേഖന തന്നെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്നിരിക്കൽ ഹസദിൽ നിന്നുണ്ടായതായിരിക്കും. ഒരവസരത്തിൽ നബി ദാറുസലാമിനോട് അടുത്ത് കൊണ്ടിട്ട് കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതോ ഒരു മുസ്ലിയാർ വന്ന് അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ അതിന്റെ ഒരു പണി കുറെ ആയപ്പോൾ ശേഖന പറഞ്ഞു ആ സ്ഥാപനം അവിടെ വളരും അവിടെ പൊന്തൂല എന്ന് പറഞ്ഞു. എനിക്ക് കാരണം പറഞ്ഞെന്താന്നറിയും, ഈ സ്ഥാപനം അവിടെ പൊന്തിക്കണ ആളുണ്ടല്ലോ, അയാള് അജ്മീർ പോയപ്പോൾ എന്നേറ്റ് ബന്ധപ്പെടാൻ വേണ്ടി അജ്മീറിന് അയാൾക്ക് ഇഷാർത്തില്ല. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു നമ്മൾ പോയിക്കോളി, ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ അയാളാണ് എനിക്കെതിരിൽ വേറൊരു പ്രസ്ഥാനത്തിൻ്റെ, ആ പ്രസ്ഥാനം എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, കിഴക്ക് ഭാഗത്തുള്ള ഏതൊരു സംഘടനയാണ്, ഒരു പേരിലുള്ള ഒരു സുന്നി സംഘടന തന്നെ. അപ്പൊ എനിക്കെതിരിൽ വേറെ എന്നോട് എതിർത്തുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടതായ ഒരു സംഘടനയോട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനം, ആ സ്ഥാപനം അവിടെ സ്ഥാപിക്കാൻ ബഹുമാനപ്പെട്ട അജ്മീറുള്ള ഖാജ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. അതേമാതിരിയല്ലേ സംഭവിച്ചത്. ഞാനിവിടെ നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ എതിരിൽ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാവുമ്പോൾ ഇതിനെതിരായി കൊണ്ട്, അഥവാ സമസ്തകളുടെ ജമീയത്തുൽമക്ക് എതിരായി കൊണ്ട് അവിടെ ഒരു സ്ഥാപനം അത് വളരാൻ അല്ലെങ്കിൽ അത് ഉയരാൻ ബഹുമാനപ്പെട്ട പിന്നെ അജ്മീർ ഖാജ സമ്മതിക്കൂല. അതിന് ബാക്കി പറഞ്ഞാണ് അങ്ങനത്തെവരും അവിടുന്ന് പോയി എന്ന് പറയാം. പിന്നെ ആ സ്ഥലത്തു നിന്നൊക്കെ പോകേണ്ടി വന്നു. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട കഥകൾ പറയേണ്ടി, ഞാനിപ്പോ അതൊന്നും ബന്ധപ്പെട്ട വിശദീകരിച്ച് പറയില്ല. അപ്പോ ബഹുമാനപ്പെട്ടവര് അതിനെ പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ട്, ആരാണ് സംശയമെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്, സംശയം ഒരു വലിയ ഒരു ദുന്യാവിനോടൊരു കമ്പുള്ള ഒരാളാണ്, അങ്ങനെ പല ആളുകളും മനസ്സിലാക്കും. അപ്പൊ അത് മൂപ്പർക്ക് ദുന്യാവിനോടൊരു കമ്പുമില്ല, ഒരു താല്പര്യമില്ല. എന്നോട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കാലിൽ നല്ലൊരു ചെരുപ്പുണ്ട്, അത് ഞാൻ ഒന്ന് ചെരുപ്പ് തുന്നിക്കലില്ല. അപ്പൊ ഒരിക്കൽ ഇങ്ങനെ മൂപ്പർ നിങ്ങൾ ഈ ചെരുപ്പ് നല്ല ചെരുപ്പാണോ അങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചു ഷെഹ്നാദിജായി ചെരുപ്പാടാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ അന്നങ്ങളൊന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഞാനത് തുന്നിക്കണ നമ്മുടെ നാട്ടിൽ അവിടെ ചമ്മാട് ഒരു അച്യുതെന്ന് പറയും, അവനെ കൊണ്ട ഞാൻ പറഞ്ഞ അച്യുത നല്ലൊരു ചെരുപ്പ്. അത് എനിക്ക് തുന്നി തന്നതിനേക്കാട്ടി ഉഷാറാവണം, ഒരു വലിയ ആൾക്ക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഞാൻ വലിയ സന്തോഷത്തിൽ ചെരുപ്പ് ഉണ്ടാക്കി കൊടുത്തു. അത് ഷെഹ്നാന്റെ കയ്യിൽ കൊടുത്തു. ഷെഹ്നാഥ് ഞാൻ നോക്കി ചെരുപ്പിനെ പറ്റി കുറേ നല്ലത് പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. മൂപ്പര് 2 ദിവസം ആ ചെരുപ്പ് ചവിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഈ ചെരുപ്പ് ചവിട്ടുന്നതാണ്. പിന്നെ മൂപ്പര് ചവിട്ടുന്നത് കാണില്ല.
അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളെ പൂതിക്ക് 2 ദിവസം ചവിട്ടിയല്ലോ, എനിക്ക് ആ ചെരുപ്പിനോടൊന്നും അത്രമാത്രം താല്പര്യമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ചെരുപ്പ് ഇട്ടാൽ മതി. ഇതാണ് ഷേഖുന. ചിലപ്പോൾ മുമ്പ് നന്ദിയിൽ ഒരു മുസ്ലിയാർ വന്നു, അയാളൊരു പഴുതിയാണ് തോന്നുന്നു. അയാളോട് ഒരിക്കൽ പറഞ്ഞു, പിന്നെ എടോ നീ നല്ല കള്ളിത്തുണിയൊക്കെ കൊടുത്തിക്കണല്ലോ, ഷെബിനാക്ക് കള്ളിത്തുണിയൊക്കെ ഒരു താല്പര്യം. അപ്പൊ ഇയാൾ ചോദിച്ചു ഷെബിനാക്ക് കള്ളിത്തുണി വേണോ? ആ കൊണ്ടുവരുന്നു പറഞ്ഞു. അപ്പൊ അയാൾ വിദേശത്തൊക്കെ പോയി വന്ന ആളാണ്. അയാൾ പോയി കൊയിലാണ്ടി പോയി ഒരു 3 കള്ളിത്തുണി ഒക്കെ കൊടുത്തു. അത് 3ഉം വാങ്ങിയതിന് ശേഷം ഇയാൾ പോയതിന് ശേഷം എന്നോട് പറഞ്ഞു, എനിക്ക് കള്ളിത്തുണി വേണ്ടത്, ഞങ്ങൾ ഒരുപാട് കള്ളിത്തുണി ഓർഡർ. ഞാൻ എന്തിനെ കൊണ്ടുവച്ചു എന്നറിയോ? ഇവൻ നമ്മളൊപ്പമുള്ള ആളല്ല, ഇവൻ മറ്റേ ബറുവശക്കാരനാണ്. അപ്പൊ ഇവൻ എന്താക്കും അറിയോ? അവിടെ പോയി പറയും ഇവന്റെ ആളുകളോടൊക്കെ, ഞാൻ ആ ഈക്കൻ്റെ അടുത്ത് പോയി, മൂപ്പര് എന്നോട് കള്ളിത്തുണി കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ 3 ഒപ്പം കൊണ്ടുപോയി കൊടുത്തു, മൂപ്പർക്ക് അത് വലിയ ഇഷ്ടമായി പോയി. അപ്പൊ ഈ കാണുവാനെ കൊണ്ടൊക്കെ സാധനം കൊണ്ടുവച്ചിരുന്ന ഒരാളാന്നുള്ള ഒരു ധാരണ അവൻ പരത്തട്ടെ എല്ലാവരിലും. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ആ ബഹുമാനം ആരെ ഹൃദയത്തിലും വേണ്ട. ഞാനിങ്ങനെ കള്ളിത്തുണി വാങ്ങുന്ന ആളാണ്. ചിലപ്പോൾ ചില ആളുകളുടെ കയ്യിൽ വാച്ച് കണ്ടിക്കുകയാണെങ്കിൽ ഷെബിനെ നല്ല വാച്ചാണല്ലോ, എന്നാൽ ഷെബിനെ വാങ്ങി കെട്ടിട്ടുന്നതാണ്. പിന്നെ ഷെബിനത് കെട്ടില്ല. അതെന്താന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഇടയിൽ ഇതിനോടൊക്കെ ഒരു താല്പര്യമുള്ള ആളാന്ന് വ്യക്തി തീർത്തുകൊണ്ടിട്ട് ഒരു വലിയന്റെ പരിവേഷമൊക്കെ നൽകി മൂപ്പരെ പിന്നാലെ അങ്ങനെ ആരും നടക്കണ്ട. ഇതാണ് അല്ലെങ്കിൽ ഇവിടെ വലിയ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റിയ ആളുകളില്ലേ എന്നതിലൊക്കെ ബഹുമാനപ്പെട്ട കണ്ണിത്ത് ഉസ്താദ് യഥാർത്ഥ വലിയല്ലേ. വലിയ എന്ന് പറഞ്ഞാലും വലിയന്റെ കറാമത്ത് എന്ന് പറഞ്ഞാലും ഇസ്തിഖാമത്തിന് മേൽ 2 നിലക്കാണ് കറാമത്ത്. മാനവിയായ കറാമത്ത്, എസ്സിയായ കറാമത്ത്. ഞമ്മക്കൊക്കെ എസ്സിയായ കറാമത്തെ അറിയുള്ളൂ. ഈ അത്ഭുതം എന്നുള്ളത് ഔലിയാക്കന്മാരിന്നും അമ്പിയാക്കന്മാരിന്നും അല്ലാത്തവരിന്നും ഉണ്ടാവാം. ശൈത്താനെ സേവിച്ചൊരു അത്ഭുതങ്ങൾ കാട്ടും, അവന്റെ പിന്നിൽ കൂടാൻ പറ്റുമോ? പല റിയാദ ചെയ്തവർക്ക് പല അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. ശരീരത്തിനെ പാകപ്പെടുത്തിയെടുത്തുകൊണ്ടിട്ട് ഇങ്ങനെ ആകാശത്ത് കൂടെ പറഞ്ഞ പല കള്ളന്മാരില്ലേ, ഇതുകൊണ്ടിട്ട് അവൻ വലിയവനെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പൊ ഒരു വലിയനെ വലിയനിക്കുള്ള 2 ജാതിയാണ് കറാമത്ത്. ഒന്ന് മഴവിയായ കറാമത്ത്, ഒന്ന് ഹിസ്സിയായ കറാമത്ത്. ഹിസ്സിയായ കറാമത്താണ് ഈ കാരണം. നമുക്ക് എന്തെങ്കിലും ഒരു അത്ഭുത മൂപ്പര് എപ്പോഴോട് പറഞ്ഞു, വരാൻ പോണ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ എഴുതി കടന്ന ഒരു കാര്യത്തിന് സംബന്ധിച്ച് അപ്പൊ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇയാൾ വലിയാണ്. വലിയാണെന്ന് അത് പറയാൻ ഇവര് ചെയ്യാതെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ വലിയ ഇങ്ങനത്തെ അവിടെ ശൈത്താനെ സേവിച്ച പല സേവകരെടുത്ത് പോയി നോക്ക്, പല പിന്നെ ജ്യോത്സ്യന്മാരെടുത്ത് പോയി നോക്ക്. അവരൊക്കെ പല അത്ഭുതങ്ങളും പറയും, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ പറയും. പക്ഷെ അവര് പറയുന്നത് അത് ഇലാഹിയായ ആ മാധ്യമം ഉപയോഗിച്ചിട്ടല്ല. അവര് മനസ്സിലാക്കിയ അല്ലെങ്കിൽ അവര് ക്ഷണിച്ച ശൈത്താന്മാരിൽ കൂടി അവർക്ക് തോന്നിപ്പിക്കപ്പെടുന്നതായ കുറച്ച് സത്യവും മറ്റത് അസത്യവുമായി കൊണ്ട് തോന്നിപ്പിക്കപ്പെടുന്നതാണ് ഈ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് കറാമത്ത് വലിയ നടക്കേണ്ട മാനദണ്ഡം അത്ഭുതങ്ങൾ ഉണ്ടാവുക ഇല്ല എന്നുള്ളതല്ല. ഇപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അമ്പിയാക്കന്മാർക്ക് ശേഷം ഏറ്റവും അഫ്ളൽ അബൂബക്കർ സിദ്ദീഖാണെന്ന് വിശ്വസിക്കട്ടെ. അല്ലാത്ത വിശ്വാസം ഷിയാക്കളുടെ വിശ്വാസമല്ലേ? സഹാബത്ത് പറയും ഞങ്ങൾ പരസ്പരം ഞങ്ങൾ കൂട്ടത്തിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരേക്കാൾ ഫضലുണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ ഫضലുണ്ട് വിശ്വസിച്ചിരുന്നു. ഇതൊരു വിശ്വാസമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഇതല്ലാത്ത വിശ്വാസം അത് ശിയ്യത്തിന്റെ വിശ്വാസമാണ്. അലി റളിയല്ലാഹു തആല അൻഹു മോശക്കാരനല്ല, അലി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫضലുണ്ടെന്ന് വിശ്വസിക്കാൻ പാടുള്ളതല്ല. ഇപ്പൊ നമ്മൾ മക്ബറയിലൊക്കെ ചില അബദ്ധങ്ങൾ വരുന്നുണ്ട്. ചില മുണ്ട് കൊടുക്കുന്നു, പട്ട്, ആ പട്ടിന് മുഹമ്മദ്, ഫാത്തിമ, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ. ഇത് ഷിയാക്കളിലുള്ള ഒരു പണിയാണ്. നമ്മൾ അങ്ങനത്തെ ഒന്നും വിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മറ്റേ ചോപ്പോ മഞ്ഞ എന്തെങ്കിലും ഒന്നും വിൽക്കാൻ മതി. അപ്പൊ ഷിയാക്കൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. വിശ്വാസമല്ല, അവർ വിശ്വാസം അങ്ങനെ തന്നെയാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനേക്കാണ്. അത് ഏത് തരത്തിലുള്ള ഫضലാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താവട്ടെ, ആ ഷിയാക്കളുടെ വിശ്വാസത്തിലേക്ക് ഈ അവസരത്തിൽ കണക്കേറ്റ. അപ്പൊ അങ്ങനത്തെ ഒരു വിശ്വാസം അവർക്കുണ്ട് ഷിയാക്കൾക്ക്.
പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഇവിടെ ലോകത്ത് ഏറ്റവും അധികം അഫ്ളലാണെന്ന് വിശ്വസിക്കണം. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ലേ? ഈ വിശ്വാസക്കാരാണ് നമ്മൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കുറേ അധികം കറാമത്തുകൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല വലിയല്ല എന്ന അതിന്റെ അർത്ഥം. അപ്പൊ ഒരു വലിയ എന്നുള്ളതിനെ മനസ്സിലാക്കേണ്ടത് ഈ കള്ള ശേഖന്മാർക്ക് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കള്ള തരീഖത്തിന്റെ ആളുകൾ, സർവ്വ കള്ള തരീഖത്തിന്റെ ആളുകളും അവിടെയും ശൈത്താന്മാരൊപ്പുണ്ട്. ആ ശൈത്താന്മാരെ സേവിച്ചുകൊണ്ട് അവരെ പിൻപറ്റുന്നതായ ആളുകൾക്ക് പല ജാലവിദ്യകളും അവർ കാണിച്ചു. ഈ പാവങ്ങളാവുന്ന ആളുകളെ പിന്തുടരുകയും ചെയ്യും. അവർ ഈ ശരീരത്തിന്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ അതിലേക്ക് അവരെന്ത് തമ്മാടിത്തരം ചെയ്താലും ഇവൻ ശേഖാണ് എന്ന് ന്യായം പറയുന്നത്. അങ്ങനത്തെ അത്ഭുതമുണ്ടായി, ഇങ്ങനത്തെ അത്ഭുതമുണ്ടായി, ഇങ്ങനത്തെ അത്ഭുതമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അത്ഭുതങ്ങൾ ഉണ്ടാവലുകൊണ്ടല്ല, അത് അത്ഭുതം അമ്പിയാക്കന്മാർക്കുണ്ടാവും. അത് യഥാർത്ഥത്തിൽ അത് ഇലാഹിയായ നിൽക്കുന്നതായ അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ നിന്നുണ്ടാവും. അതും തന്നെ അതിന്റെ ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അല്ലാത്തവരിൽ നിന്നും അത്ഭുതങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഒരു വലിയാണെന്ന് അതിനെ അളക്കാനുള്ള മാനദണ്ഡം അവര് ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന മഹത്വാവുന്ന സ്വഭാവമുണ്ട്. ആ ഇസ്തിഖാമത്ത് ദറജത്തുന്ന അക്കാബിർ, അത് വലിയവർക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ കഴിയൂ. കറാഹത്തിനെ തൊട്ട് മാത്രം വിട്ടു നിന്നാൽ പോരാ. ഖിലാഫുൽ ഔലിൻ നഹി ചെയ്യപ്പെട്ടത് തന്നെയാണ്. ഖിലാഫുൽ ഔലിനെ തൊട്ട് വിട്ടു നിൽക്കണം. ഹറാമിനെ തൊട്ട് മാത്രം വിട്ടു നിന്നാൽ പോരാ. കറാഹത്തിനെ തൊട്ട് ഖിലാഫുൽ ഔലിനെ തൊട്ടൊക്കെ വിട്ടു നിൽക്കണം. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും വേണ്ട പരിശുദ്ധി ഉണ്ടാവണം. ഇതാണ് ഇസ്തിഖാമത്ത്. ഈ ഇസ്തിഖാമത്ത് ഒരുത്തരിലുണ്ടോ അവന്റെ റൂട്ട് ശരീരത്തിന്റെ റൂട്ടിന്റെ മേലിലാണോ, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാണ് യഥാർത്ഥ വലി. അതാണ് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത്. ഇതാണ് ആലിമീങ്ങളാണ് ഇവിടെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. ആലിമീങ്ങളിൽ അല്ലാഹുവിന്റെ വിലായത്തിന്റെ സ്വഭാവം അവരിലുണ്ടാവണം. അവനെ യഥാർത്ഥ ആലിമവുള്ളൂ. അല്ലാതെ നമ്മൾ ഈ കരികെട്ട് കെട്ടിയതുകൊണ്ടോ നമ്മൾ നീളക്കുപ്പായിട്ടോണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിട്ടതുകൊണ്ടോ ഒന്നും നമ്മൾ ആരാവില്ല. നമ്മള് ആ പറഞ്ഞ ആലിമാവില്ല. അമ്പിയാക്കന്മാരെ വാഗ്ദീങ്ങളാവുന്ന ആലിമീങ്ങളാവണമെന്നുണ്ടെങ്കിൽ അവരിൽ വിലായത്തിന്റെ സ്വഭാവം ഉണ്ടോ എന്ന് പരിശോധിക്കും. അവനാണ് ആ വിലായത്തിന്റെ സ്വഭാവം ഉള്ളവരെ എഴുതല്ലോ ബഹുമാനപ്പെട്ട കണ്ടീർ ഉസ്താദ് നോക്ക്. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും സർവ്വ മേഖലയിലും വിശുദ്ധി പുലർത്തിയ ആളാണ് ബഹുമാനപ്പെട്ട കണ്ടീർ ഉസ്താദ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് മുമ്പ് അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടന SKSFL ഇന്ന് രണ്ടാശനം കുറച്ചുകൂടെ സാധനം. അന്ന് അത് രൂപീകരിക്കപ്പെട്ട കാലഘട്ടത്തിൽ നമ്മളൊക്കെ കുട്ടികളാണ്. ഒരു 10-16 വയസ്സായ കാലഘട്ടത്തിലാണ്. അന്ന് വേങ്ങ വെച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തിരൂർ താലൂക്കിലെ സമ്മേളനം. അന്ന് വേങ്ങരൊക്കെ തിരൂർ താലൂക്കിലാണ്. ഞങ്ങളൊക്കെ ഈ നമ്മുടെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊക്കെ അങ്ങനെ ബഹുമാനപ്പെട്ട ഷേഖുല സംശുമയും ഷേഖുല കടീസ് അവർ രണ്ടാളും പള്ളിയിൽ വന്ന് ചെയ്യുന്നു. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പോയി രണ്ടാളും ഇരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് ഈ സ്പീക്കറിലുള്ള കുത്തുബനെ പറ്റിയാണ് അവിടെ പ്രധാനമായി പ്രസംഗിക്കേണ്ടത്. കാരണം സ്പീക്കറിലുള്ള കുത്തുബ സംസ്കാരവും സഹിയാവൂല എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അവര് അവിടെ കേക്ക് ഭാഗത്തൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉള്ള കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ ഉള്ള ഒരു രാജ്യമാണ് കുറച്ച് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ എതിർത്തുകൊണ്ടാണ് പ്രസംഗിക്കേണ്ടത്. അപ്പൊ ഷെയ്ഖുന പറഞ്ഞു കണ്ണീർ ഉസ്താദിനോട്, നിങ്ങൾ അതിനെപ്പറ്റി അധ്യക്ഷ പ്രസംഗത്തിൽ നല്ലോണം പ്രസംഗിക്കണം. അപ്പൊ കണ്ണീർ ഉസ്താദിന്റെ ഒരു ശൈലിയുണ്ട്. മൂപ്പൻ അപ്പം തന്നെ തുടങ്ങിയ പ്രസംഗം ഞങ്ങൾക്ക് കേൾക്കാണ്. ഈ സ്പീക്കറിനെ പറ്റി അങ്ങനെ പറയാൻ പറയും. അങ്ങനെ അതിന്റെ ഓരോ ശിക്ഷകളും എടുത്ത് പറയണം. അപ്പൊ അതിന്റെ ഇടയിൽ മുമ്പർക്ക് തുപ്പണം തോന്നി. അപ്പൊ തുപ്പണം തോന്നിയപ്പോൾ ഇത് തുപ്പമുള്ളതെന്ന് പറഞ്ഞപ്പോ ഏതോ ഒരുത്തം വന്നിട്ട് പള്ളിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജനാല തുറന്നു, തിബിലിന്റെ ഭാഗത്തേക്കുള്ള ആ ഭാഗത്തുള്ള ജനാല. അപ്പൊ നമ്മളിവിടെയൊക്കെ പടിഞ്ഞാറായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പൊ ആ ജനാല തുറന്നു കൊടുത്തപ്പോൾ അവിടെ തുപ്പാൻ വന്നു. മുമ്പ് തുപ്പാൻ വന്നപ്പോൾ മുമ്പ് അവിടെ തന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു ആ തുറന്നു വന്നവനാണ് ഇങ്ങോട്ട് വാ. അങ്ങനെ അവനെ വിളിച്ച് രണ്ടടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നങ്ങൾ തുപ്പിക്കാൻ ശ്രമിച്ചാലും അവന്നെ കാക്കോട എനിക്കൊക്കെ മനസ്സിലായില്ല തിബിലിന്റെ ഭാഗമാണ്. അപ്പൊ തിബിലിന്റെ ഭാഗത്തേക്ക് തുപ്പുന്നത് പോലും ശ്രദ്ധിച്ചിരുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദ്. അതേ സ്വഭാവം തന്നെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സംശുമക്കുള്ളത്. അവര് കറാത്തിനും ഖിലാഫുലോനെയും ഒക്കെ ശ്രദ്ധിച്ച് ജീവിച്ച വലിയ മഹാനാണ് ഇവരൊക്കെ ഔലിയാക്കന്മാരല്ലെങ്കിൽ പിന്നെ ആരാ. അപ്പൊ നമ്മൾക്കൊരു ധാരണ വലിയ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മുണ്ടോ അല്ലെങ്കിൽ പച്ച പോച്ചുകൊണ്ട് വല്ല മസാറിന് കൂടിയ പിന്നെ കീശിൽ മുഴുവൻ കഞ്ചാവും വെച്ച് നടക്കണവനാണ്. അങ്ങനെ ഉണ്ടല്ലോ പല മസാറുകളിലും പോയി നോക്കിയാൽ പലരെയും കാണും.
ഞാനൊരിക്കലും പുളിക ഉറൂസിന് പോയി. പുളിക ഉറൂസിന് പോയപ്പോൾ ഉറൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് യാത്ര ചെയ്യാൻ രാത്രിയാകുമ്പോൾ ഉറപ്പ് വയ്ക്കുന്ന വിചാരിച്ചു. ഞാൻ ഇവിടെ ഉറങ്ങണമെന്നാണ്. അപ്പോൾ അവരൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിട്ടാണ് അവർ സൗകര്യം ചെയ്തു. അങ്ങനെ കുറച്ച് ഈ ഉറൂസിൻ്റെ അടുത്താണ് ദിക്കൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മക്ബറയിൽ നടക്കുന്ന കുറേ ഔലിയാക്കന്മാരുണ്ടല്ലോ, പച്ചയും ടോപ്പൊക്കെ ഇട്ട് തലയിൽ വലിയ കെട്ടൊക്കെ കെട്ടി അവർ രണ്ടാളുകൾ ഇങ്ങനെ വരിക. രണ്ടാളൊക്കെ ഒരു പെണ്ണുണ്ട്. അങ്ങനെ വന്നിട്ട് ഇവരുണ്ടാക്കി തരും. ഒരുത്ത അപ്പാക്കും കൊടുത്തു, ഒരുത്ത അപ്പാക്കും നമുക്ക് പെണ്ണുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കുറേ ആലോചിച്ചു, ഇവരൊക്കെ ഈ ഔലിയാക്കന്മാരൊപ്പം ഈ ഒരു പെണ്ണിനെ കൊടുത്തിട്ടും ഞാൻ പറഞ്ഞു ഇവരോട് ഇങ്ങനൊന്ന് പോയി പറയാം അവരോട്, അങ്ങനെ ഒരു പെണ്ണും രണ്ടാളോട് എടുക്കാൻ പാടില്ല, ഇവരിത് എവിടുത്തേരാ എങ്ങനെയാണ് ഇവരെ മുന്നിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞത് എന്താണെന്നറിയോ, ഒന്നും ഉണ്ടാൻ പറ്റൂല തങ്ങളെ, അവര് വലിയൊരു രൂപിയാണെന്ന് പറയും, ഒന്നും ഉണ്ടാൻ പറ്റൂല ഇവര്. അപ്പൊ ഞാൻ അവരെ ചെന്നാണ് അവിടെ നിന്ന് ആട്ടി വിളിച്ച് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഇനിയിപ്പോ രാത്രി. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവരിത് ഉപദ്രവിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പല മസാലകൾ കൂടിയും പല കള്ളന്മാർ അവരെ കേസ് ശ്രമിച്ചു നോക്കിയാൽ കഞ്ചാവായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളതായ ഇവരൊക്കെ പിന്നിൽ കൂടുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുള്ള പലർക്കും. അപ്പോ കള്ളത്തരിയൊക്കത്തിന്റെ ആളുകളാവുമ്പോൾ അവരെ കൂടെ ആ കള്ളത്തരം ചെലവാകാൻ പറ്റിയതായ ചില വിക്രസുകളൊക്കെ അവരെ കൂടെ ഉണ്ടാവും. അതിനാവശ്യമാവുന്നതായ സേവകളുണ്ടാവും. ഈ സേവകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവരെന്താ പറയുക, ജനങ്ങളായിരിക്കും അവർക്ക് തന്നെ ഭൗതികമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ മാത്രമേ. നിങ്ങളൊന്നും സ്വർഗത്തിൽ കയറ്റി തരിക എന്നുള്ള വഴിയല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അങ്ങനെയല്ല. മഹാന്മാരാവുന്ന മറബിയാവുന്ന മശായിഖ് അവരൊക്കെ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്ന് അവസാനത്തെ മുരീദിനെ വരെ സ്വർഗത്തിൽ ശഫാഅത്ത് ചെയ്ത് കയറ്റാൻ അർഹതയുള്ളവരാണ് അവർ. ആ പണിയല്ല അവർ ചെയ്യുന്നത്. തെരീഖത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സംഭവമല്ല. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ഒന്ന് തന്നെയാണ് തെരീഖത്ത് എന്നുള്ള പേരിൽ അറിയപ്പെട്ടില്ല എന്നുണ്ട്. അതിന്റെ ആവശ്യം ചെയ്തത് എല്ലാവരും ശരീരത്തിന്റെ ശരിയായ റൂമിൽ കൂടിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിപ്പിച്ചിരുന്നത്. പിൻകാലത്ത് എന്നുള്ളൊരു വ്യതിചലനം വന്നപ്പോൾ മഹാന്മാരാവുന്ന ആളുകൾ തെരീഖത്ത് എന്ന് പറഞ്ഞാൽ എതിരി ജനങ്ങൾ അതിലേക്ക് ഉണ്ടാക്കി ശരീരത്തിന്റെ ശരിയായ റൂമിൽ കൂടി ചലിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. അത് പല പേരിലും അറിയപ്പെട്ടു. ഇതാണ് തെരീഖത്ത്. അപ്പൊ തെരീഖത്ത് എന്നതൊരു പുതിയ സംഭവമല്ല. ഇസ്ലാമിന്റെ ആ ശരിയായ റൂമിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുക അതിന് മഹാന്മാർ ചെയ്യണ ഒരു പണിയെന്ന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് കള്ളന്മാരൊക്കെ മനസ്സിലാക്കി അവരെ മനസ്സിലാക്കാൻ മാത്രമേ ഇവിടുത്തെ നമുക്കൊന്നും ഒരു പണിയില്ല. വിജയ ആശയങ്ങളോടെ വന്നപ്പോൾ നമ്മളിൽ നിന്നുള്ള പലർക്കും അന്ന് ഈ വിജയ ആശയങ്ങളിൽ പെട്ടുപോയ പല മൗലവിമാരും മൗലവിയൊക്കെ വലിയ പണ്ഡിതനല്ലേ, അയാളെ വിജായത്തുൽ കറാമ അയാൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ വായിച്ചു നോക്കുമ്പോഴാണ് അയാളെ എലുമ്പിന്റെ ആയം മനസ്സിലാക്കുക. വലിയ പണ്ഡിതനാണ് മൗലവിയൊക്കെ. അതിന് മുമ്പത്ത് വിയാത്തിന് പേരിട്ടുണ്ടെന്ന് പറയും. വിയാത്ത് എന്ന് പറഞ്ഞാൽ മുമ്പത്ത് അവിടെ പുറത്തേ നിൽക്കുള്ളൂ. മുജാഹിദായിട്ട് വേണം വിയാത്തിൽ വന്നു പുറത്ത് വന്ന് നിൽക്കുള്ളൂ. അപ്പൊ പലരും ചോദിച്ചിട്ടായിരുന്നു എന്താ പുറത്തേക്ക് തങ്ങളെ ഹയാത്തുണ്ടെങ്കിൽ തങ്ങളെ ഞാൻ അങ്ങനെ ബഹുമാനിക്കും. അപ്പൊ മരണത്തിന്റെ ശേഷം അതുപോലെ നിൽക്കണം എന്നാണ്. അതുകൊണ്ടാണ് അവിടെ പുറത്ത് നിൽക്കുന്നത്. അപ്പൊ അവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു. അങ്ങനത്തെ പണ്ഡിതന്മാർക്ക് വരെ വലിയ എന്തായി കഴിഞ്ഞ് അവർക്ക് വരെ കഴിവ്. ഈ ആശയങ്ങളെ ഇസ്ബാത്ത് ചെയ്യാൻ കുറച്ചൊരു പണിയുണ്ടാവും. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഞാൻ പറയുന്നത് നമ്മൾ സ്റ്റുഡിയോ ചെയ്യണ ഏത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും നിലക്ക് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തോ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിലൊക്കെ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതായ ലക്ഷ്യങ്ങൾ കാണും. പക്ഷെ ഇത് സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ കുറേ പ്രയാസങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പൊതുപരിഭാഷ അതെല്ലാവർക്കും തോന്നുന്നത് എന്താ ഒരു പ്രസംഗമല്ലേ പരിഭാഷ ചെയ്യേണ്ടതല്ലേ തോന്നുമല്ലോ. നമുക്കൊക്കെ അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാവേണ്ടത്. പക്ഷെ അതൊരു പ്രസംഗമല്ല, പ്രത്യേകമാവുന്ന ഒരു വിഭാഗത്താണ്. അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് വഴിയുണ്ടാവും. ഇതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ സർവ്വ ആശയങ്ങളും അങ്ങനെ തന്നെയാണ്. ആ ആശയങ്ങൾ അന്ന് ഇവിടെ പുറപ്പെട്ട അവസരത്തിൽ ഇതിനോട് ഇസ്ബാത്ത് ഇതിനെ സ്ഥിരപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വളരെയധികം പാടുപെട്ട ആളാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ. മുജാഹിദുകൾക്കെതിരെ വാദപ്രതിവാദത്തിന് വേണ്ടി സ്വന്തം സ്റ്റേജ് കെട്ടികളാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ. അറിയോ മുജാഹിദുകളെ എങ്ങനെ എതിർക്കണം അതിന്റെ അടിസ്ഥാനം ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആളാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ. വലിയൊരു പേരോട്ടല്ലേ ബഹുമാനപ്പെട്ടവരോട് നടത്തിയത്. വലിയ സിയാർക്ക് ശേഷം അയാൾ വലിയ സേവനം ചെയ്ത ആളല്ല. അയാൾക്ക് ശേഷം അല്ലെങ്കിൽ അയാളുടെ കാലഘട്ടത്തിൽ തന്നെ ചെറുപ്പക്കാരനാവുന്ന ശംസുൽ ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി കൊണ്ടിട്ട് വലിയൊരു പടയോട്ടം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഗുണമാണെന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. സമസ്തകളുടെ ജമീയത്തുലമയുടെ ഈ ഉയർച്ചയും അപ്പോ ഈ ബഹുമാനപ്പെട്ടവരുടെ ഈ ഉറൂസോടുകൂടി ഈ ഇതുപോലുള്ള എല്ലാ ഉറൂസുകളിലും ഇങ്ങനത്തെ മഹാന്മാരുടെ ഉറൂസുകളിൽ നിന്ന് അവരോട് ബന്ധപ്പെട്ട അവരുടെ ത്യാഗവും അവർ ഇവിടെ പ്രചരിപ്പിച്ചതായ ആശയം അവരുടെ ആദർശം
അതുപോലെ തന്നെ അവരിവിടെ പ്രവർത്തിച്ച പ്രവർത്തന രീതി, അവർ എന്തിനാണ് അവരുടെ പ്രവർത്തനത്തിൽ അവർ ഏറ്റവും അധികം മുൻതൂക്കം കൊടുത്തത്? അവർ വിശുദ്ധമായ അഹ്ലുസുന്നത്തി ജമാഅത്തിന് മാത്രമാണ് അത് ഇവർ ഏറ്റവും അധികം മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. ആ നിലക്ക് സുന്നത്തി ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം, നമ്മൾ സന്നദ്ധരാവണം. ആ നിലക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഈ ആശയാദർശങ്ങളെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയതായ ഒരു മഹത്താവുന്നതായ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കാനും സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താനും ഓരോരുത്തരും തയ്യാറാവണം എന്നുള്ള ഒരു പ്രത്യേക സന്ദേശം ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും നിർത്തിക്കൊണ്ടിട്ട് അതിന്റെ പിന്നിൽ അടിയുറച്ചെടുക്കണം എല്ലാവരോടും പ്രത്യേകം അഭ്യർത്ഥിച്ചു കൊണ്ടിട്ടു ഞാൻ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉറൂസിനെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഉറൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെയാണ് ഉറൂസ് എന്ന് പറഞ്ഞത്. ഇതിലൊന്നും ഒരു അനാചാര്യ സിയാറത്ത് ചെയ്തു. അങ്ങനെ സിയാറത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ സിയാറത്താണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം ഇതുപോലെ മഹാന്മാരുടെ ചാരത്ത് വെച്ചു കൊണ്ടിട്ട് പിന്നെ ഇങ്ങനത്തെ അവരോട് ബന്ധപ്പെട്ടതും ദീനിന് ഉപകരിക്കുന്നതാവുന്ന ഇതുപോലെ നസിഹത്തുകൾ, പിന്നെ മുസ്ലിമുകളെല്ലാം കൂടി കൂടുമ്പോൾ അവിടെ ഉണ്ടാക്കുക കൂട്ടപ്രാർത്ഥന നടത്തുക, ഇതൊക്കെയാണ് ഇവിടുന്ന് ചെയ്യുന്നത്. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചതായ സംഗതികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ഓരോന്നും അവരുടെ ജീവിത കാലഘട്ടത്തിൽ പല നിലക്കും ചെയ്ത് കാണിച്ചു തന്ന് നമുക്ക് പഠിപ്പിച്ചതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഉറൂസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഈ ഉറൂസുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു സ്ഥാപനമുണ്ട്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ നന്ദിദാറുസ്ലാം മർക്കി കോളേജാണ് നടത്തുന്നത്, ഒരു ഹിഫ്ദ് കോളേജ്. ഇവിടുത്തെ ഈ ഉറൂസ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയാണ്. അടുത്ത ജമീയത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളാവുന്ന വിദ്യാഭ്യാസ ബോർഡ് അടക്കമുള്ള എല്ലാ 15 പോഷക സംഘടന, 15 16 ഈ പോഷക സംഘടനകൾ എല്ലാവരും കൂടിയ ഒരു അവരാണ് ഇത് നടത്തുന്നത്. അതിലേക്ക് ഒരു പ്രത്യേകമാവുന്ന നടത്താനുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ഇതിനോട് ബന്ധപ്പെട്ടതായ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതായ കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഉറൂസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഈ ഉറൂസിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു എല്ലാ ഖൈറും ബർക്കത്തും ധാരാളം ചെയ്യട്ടെ. നമ്മളെ എല്ലാ ദീനി സ്ഥാപനങ്ങളെയും അല്ലാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന സാദാത്തുക്കളും ഉസ്താദന്മാരും പല രോഗികളുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മൂപ്പ രോഗം, ചെറിയ രോഗം ഉണ്ടായിട്ട് ഈ ശ്രമത്തിലാണ്. ബഹുമാനപ്പെട്ട ചേലക്കാട് മഹമ്മദ് മുസ്ലിയാർ, വിദ്യാപള്ളി ഇബ്രാഹിം മുസ്ലിയാർ, അങ്ങനെ പല പണ്ഡിതന്മാരും സാദാത്തുക്കളും, അതുപോലെ തന്നെ നമ്മളെ ഉമറാവിൽ പലരിൽ രോഗികളാണ്. നമ്മളിൽ നിന്നുള്ള പലരും മരണപ്പെട്ടു പോയിട്ട് അടുത്ത കാലത്തായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊക്കെ അറിയാം. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നതായ ഒരു ദുആ ഇൻഷാ അല്ലാഹ് അവസാനം കൂടി നടക്കും. ആ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെയും സദാത്തുക്കളുടെയും നമ്മുടെ ഉമറാക്കളൊക്കെ എല്ലാ രോഗവും ശിഫയായി കൊടുക്കട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഇവിടെ എണ്ണി പറഞ്ഞവരും അല്ലാത്തവരും ആവുന്ന ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ പൂങ്കാവനാക്കി കൊടുക്കട്ടെ. അവരെ പരലോക ജീവിതം അല്ലാഹു സുഖ സമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. അവർ നമ്മൾക്ക് അല്ലാഹു സുഖത്തിൽ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൊടുത്തിട്ട് മഹാന്മാരാവുന്ന ഈ വരക്കലുള്ള ഈ മഖാമിൻ സിലൈ എന്നതായ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, വരക്കൽ മുല്ലപ്പായ തങ്ങൾ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റ്, അവരുടെ ഉപ്പാപ്പന്മാരോ ആകുന്ന അവരെ ഹദർമൗത്ത് വന്ന ഉപ്പാപ്പ അടക്കമുള്ളവരെ മറവട്ടെടുക്കുന്ന സ്ഥലമാണിത്. അവർക്കൊക്കെയുള്ള ഹക്ക് ജാത് വർക്കത്തുകൊണ്ട്, ശൈഖുനാ ശംസുൽ ഉലമയുടെ ഹക്ക് ജാത് വർക്കത്തുകൊണ്ട്, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്നതായ ഉസ്താദന്മാർ മശായിഖന്മാർക്കുള്ള ഹക്ക് ജാത് വർക്കത്തുകൊണ്ട് അല്ലാഹു ഈ സംരംഭത്തെ കബൂൽ ചെയ്യട്ടെ. പ്രവർത്തിക്കുന്നവരെ എല്ലാ പ്രവർത്തനവും അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.